നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതിയല്ല സാർ. ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേക റിപ്പോർട്ടുകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഈ വാർത്താ യാത്രയ്ക്കൊപ്പം എല്ലാ പ്രേക്ഷകരും തുടരുക. ആരംഭിക്കുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ പൊതുജനം കഴുതിയല്ല സാർ പുറത്തുവിടുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഈ പരിപാടി കക്ഷി ചേരുന്നില്ല. എങ്കിലും തട്ടിപ്പുകാർ എപ്പോഴും ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ പറയുന്നുണ്ട് പൊതുജനം കഴുതയല്ല സാർ എന്ന്. കാണാം രേഖകൾ സംസാരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ചെറുമീനുകൾ മാത്രമല്ല, വമ്പൻ സ്രാവുകളും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അമ്പലം വിഴുങ്ങികൾ എന്നത് അടുത്തിടെ വരെ ഭണ്ഡാരം, നേർച്ചപ്പണം എന്നിവയിൽ കൈയിടുന്നവരെ പരാമർശിക്കുന്നതായിരുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ശാസ്ത്രീയമായ തട്ടിപ്പ്, വിശദമായ ആസൂത്രണം, വൻ ഗൂഢാലോചന എന്നിവ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന് വ്യക്തം. അമ്പുകൊള്ളാത്തവരിലെ കുരുക്കളിൽ എന്ന് പറയും പോലെ പഴയ ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയുമെല്ലാം ആരോപണ നിഴലിലാണ്. നിലവിലെ ഭരണസമിതിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് കൈ കഴുകാനാകുമോ? സാധ്യമല്ലെന്ന് പറയുന്നു രേഖകൾ. ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രേഖകൾ 24 പുറത്തുവിടുന്നു. തീയതി 2024 ഓഗസ്റ്റ് 17. തിരുവാഭരണം കമ്മീഷണർക്ക് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത്. വിഷയം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിന് മെയിൻ്റനൻസ് സംബന്ധിച്ച്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കത്തിൽ സൂചനയായി ചേർത്തിരിക്കുന്നു. അതിങ്ങനെ: സൂചന: ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ 16/3/2024 നിർദ്ദേശം. ആരുടെ നിർദ്ദേശമെന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി കാണണം. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം. ആരാണെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവാഭരണം കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് തുടരുന്നു. ശബരിമല ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയിട്ടുള്ളതാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം ആ വരി: ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശി. വാസ്തവത്തിൽ വ്യവസായി വിജയ് മല്യ 98-ൽ സ്വർണം പൊതിഞ്ഞു നൽകിയതാണ്. സ്വർണം പൊതിഞ്ഞു എന്നതിന് പകരം രേഖപ്പെടുത്തിയത് സ്വർണം പൂശിയെന്ന്. ഇനി വീണ്ടും കത്തിലെ വാചകങ്ങളിലേക്ക്. തുടർവരികൾ ഇങ്ങനെ: പ്രസ്തുത ശില്പങ്ങളുടെ പല ഭാഗത്തും പൊട്ടലുകൾ സംഭവിച്ച് ചെമ്പുപാളികൾ അടർന്നുപോയതായി കാണുന്നു. ശബരിമല പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ അവിടെ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ സീസൺ ആരംഭിക്കുന്നതിന് മുൻപായി പരിഹരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൊതിയാൻ ദ്വാരപാലക ശില്പപാളികളെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് താൽപ്പര്യമെന്തായിരുന്നു? അതിനുള്ള ഉത്തരം അന്വേഷണ സംഘം കണ്ടെത്തുമോ? വസ്തുതകൾ കോടതിയെ അറിയിക്കാമെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റേത്. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡിന്റെ തിടുക്കമെന്തായിരുന്നു? അതറിയണമെങ്കിൽ ഇക്കഴിഞ്ഞ് ജൂലൈ 30 ഒരു കത്തിലേക്ക് പോകണം. കത്തയച്ചിരിക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്. അയച്ചയാൾ തിരുവാഭരണം കമ്മീഷണർ. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെ: ഉത്തരവിൽ നിർദ്ദേശിച്ചത് ദ്വാരപാലകന്മാരുടെ ശില്പത്തിന്റെ മെയിൻ്റനൻസ് സ്വർണം പൂശുന്ന ജോലികൾക്കായി ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിക്കുന്നതിനും അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനും സ്പോൺസറുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നാണ്. നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയിട്ടുള്ളതിനാൽ അത് നീക്കം ചെയ്ത് സ്വർണം പൂശാനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലാത്തതാണ്. കത്ത് അവസാനിക്കുന്നത് ദേവസ്വം തന്ത്രിയുടെ അഭിപ്രായവും സ്പോൺസറുടെ വിവരവും ലഭ്യമാക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷെ സംഭവിച്ചത് മറിച്ച്. സാങ്കേതികവിദ്യ ഇല്ലാത്ത സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദിവസങ്ങൾക്കകം സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. അപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിൽപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് കുടപിടിക്കുകയായിരുന്നോ ദേവസ്വം ബോർഡെന്ന് സംശയമുയരുന്നു. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ബോധപൂർവമായ പങ്കുണ്ടായെന്ന് കരുതേണ്ടി വരും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതിരുന്നത് ഈ പങ്ക് പുറത്തുവരുമെന്ന് ഭയന്നാകണം. ദേവസ്വം മന്ത്രിയിലേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ആരോപണമുറി തിരിക്കുകയാണ് പ്രതിപക്ഷം. ആരോപണങ്ങൾക്കപ്പുറം ജനമനസ്സുകളിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പപാളികളിൽ 2025 വീണ്ടും പൂശാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ചത് എന്തെന്ന ചോദ്യമാണ് അതിലൊന്ന്. 2019 സ്വർണം പൂശിയപ്പോൾ 40 വർഷത്തെ വാറണ്ടിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വാഗ്ദാനം ചെയ്തിരുന്നത്. 6 വർഷമായപ്പോൾ വീണ്ടും എന്തിന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയെന്നതിന് ദേവസ്വം ബോർഡ് മറുപടി നൽകണം. ഒപ്പം ബോർഡിനെ പിന്തുണയ്ക്കുന്ന സർക്കാരും. നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ നിയമഭേദഗതിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് തിരിച്ചടിയായി ഈ രേഖകൾ പുറത്തുവരുന്നത്. തട്ടിപ്പുകാരോട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ.
നിലവിലെ ദേവസ്വം ബോർഡ് കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കോടതി ഇന്നലെ ഉന്നയിച്ച ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ അതൊക്കെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, ഉന്നതരുടെ പങ്കടക്കം വെളിച്ചത്ത് വരട്ടെ. ഇന്ന് ആശമാരുടെ നിലവിളി മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ചെങ്കിലും തലസ്ഥാനത്തെ അധികാര കേന്ദ്രങ്ങൾ അതറിഞ്ഞ മട്ടില്ല. അവരെ ഒന്ന് കാണാനും അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാനും സർക്കാരിന് ഉറപ്പായും ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടരുത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, ഈ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കാം എന്നുള്ള അറിയിപ്പിന് പിന്നാലെ സമരക്കാർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കാം എന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായ സമീപനം സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തലസ്ഥാനത്ത് കണ്ട കാഴ്ചകളിലേക്ക്, ക്ലിഫ് ഹൗസിന് മുമ്പിൽ കണ്ട സമര പരമ്പരയിലേക്ക്, റിപ്പോർട്ടിലേക്ക്. റോമാനഗരം കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ ആകരുത് അധികാരസ്ഥാനത്തുള്ളവർ. അധികാരത്തിന്റെ ഹുങ്കിൽ അന്ധകാരം ബാധിച്ചവരുമാകരുത്. തലസ്ഥാനം ഇന്ന് കണ്ട ആശാവർക്കർമാരുടെ സമരം കേരള ജനതയോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത് അനുകമ്പയല്ല, അർഹിക്കുന്ന വേതനമാണ്. അതിനായി അവർ സമരം തുടങ്ങിയിട്ട് 8 മാസം പിന്നിട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് 8 മാസം മുൻപ് അവരെത്തിയത് അവരുടെ തന്നെ ഇച്ഛാശക്തിയിലാണ്. ആദ്യം അവർക്കൊപ്പം അവരല്ലാതെ മറ്റാരുമില്ലായിരുന്നു. സമരം ശക്തമായതോടെ പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളെത്തി. സമരാവേശം തലസ്ഥാനം കടന്ന് ജില്ലകളിലേക്ക് വ്യാപിക്കുകയും സമരത്തിന് പിന്തുണ ഏറുകയും ചെയ്തപ്പോൾ സർക്കാർ കൺകെട്ട് വിദ്യയുമായി രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഞാൻ നടത്തിയ 3 മീറ്റിങ്ങിലും അതോടൊപ്പം സ്റ്റേറ്റ് മിഷൻ നടത്തിയ 2 മീറ്റിങ്ങിലും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണല്ലോ, അതുമായി മുന്നോട്ട് പോകും. ഒരു IAS ഓഫീസറായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. IAS ഓഫീസർ ചെയർ ചെയ്യുന്ന കമ്മിറ്റി ആയിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തൊഴിൽ വകുപ്പും ഒക്കെ പ്രതിനിധികൾ അതിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, ആരോഗ്യവകുപ്പിന് പുറമെ. വനിതാ ശിശുവികസന ഡയറക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് നൽകിയിട്ട് നാളേറെയായെങ്കിലും ശുപാർശകളൊന്നും നടപ്പായില്ല. സേവന കാലാവധി കണക്കാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കം 22 ശുപാർശകൾ സമിതി നൽകിയിരുന്നു. എന്ന് നടപ്പാക്കും, ഏതെല്ലാം നടപ്പാക്കും, ഇതിനൊന്നിനും സർക്കാരിന് മറുപടിയില്ല. സമരം തുടരും. മുഖ്യമന്ത്രിയുടെ അത്താഴവിരുന്നും അദ്ദേഹത്തിന്റെ പള്ളിയുറക്കവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുമെല്ലാം ഞങ്ങൾ ഇവിടെ ഇരിക്കും. ആ സമയത്ത് മുഖ്യമന്ത്രി കാണണം. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. ഇല്ല, പിരിഞ്ഞു പോവില്ല. ഇതിന് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തത്? ഞങ്ങൾ 8 മാസമായി സമാധാനത്തിന്റെ പാതയിലായിരുന്നു. ഇനി ഞങ്ങൾ പോയില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ പോയില്ല. ശുപാർശകൾ ധനവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാന ഡയറക്ടറുടെയും പരിഗണനയിൽ എന്ന് സർക്കാർ പറയുന്നു. ഓണറേറിയം വർധനവിനുള്ള ശുപാർശ നാമമാത്രമായിട്ട് പോലും സർക്കാർ അനങ്ങുന്നില്ല എന്നതാണ് വസ്തുത. 10 വർഷം പൂർത്തിയായവർക്ക് 1500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയും മാത്രമാണ് ശുപാർശ. സമരസമിതി നേരത്തെ നിരാകരിച്ചതാണ് ഈ നിസാര വർധന. എങ്കിലും അത് നടപ്പാക്കാനും ജനക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന സർക്കാരിന് ഒരു താത്പര്യവുമില്ല. സമൂഹത്തിന്റെ അടിത്തട്ടിൽ അക്ഷീണ സേവനം നടത്തുന്നവരാണ് ആശാവർക്കർമാർ. അവരെ അവഗണനയുടെയും ക്രൂരതയുടെയും പെരുമഴയത്തും വെയിലത്തും നിർത്തരുത്. അത്തരം മനുഷ്യരെ അവഗണിച്ചവരെ വിസ്മൃതിയിലാക്കിയ ചരിത്രമാണ് ജനങ്ങൾക്ക്. അവരെ കൊണ്ട് ആവർത്തിച്ച് ചോദിപ്പിക്കരുത് പ്രശസ്തമായ ആ കവിവാക്യം, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അധികാര സിംഹാസനങ്ങളിൽ അമർന്നിരിക്കുന്നവർ ഓർക്കണം, പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ.
ആശമാരുടെ സമരം പഠിക്കാൻ വിദഗ്ധ സമിതി വന്നു. വിദഗ്ധ സമിതി ഇതെല്ലാം പഠിച്ചൊരു റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക് വെച്ചു. എന്നിട്ടും ആ റിപ്പോർട്ടിൽ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും ഒരനക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്തായാലും ക്ലിഫ് ഹൗസിന് മുമ്പിലെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം തുടരും. ഇന്ന് ആ സമരം 256 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മറ്റൊരു സമരത്തിന്റെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ആലപ്പുഴയിൽ നിന്നാണ്. തമ്പകച്ചുവടിലെ വീട്ടമ്മമാർ കഴിഞ്ഞ 4 ദിവസമായി സമരത്തിലാണ്. വീടുകൾക്ക് മുന്നിലെത്തിയ കള്ള് ഷാപ്പാണ് നിരവധി കുടുംബങ്ങളെ സമരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. നിയമങ്ങൾ പാലിച്ചാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ പ്രധാനമാണ് എന്നാണ് നാട്ടുകാരുടെയും സമരക്കാരുടെയും പക്ഷം. ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും പ്രദേശത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ആലപ്പുഴ മണ്ണഞ്ചേരിക്കടുത്താണ് തമ്പകച്ചുവട് ജംഗ്ഷൻ. ഈ വഴി 6ഓളം വീടുകളിലേക്കുള്ള പ്രധാന റോഡ് കൂടിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച കള്ള് ഷാപ്പാണ് നാട്ടുകാർക്ക് ആശങ്കയാവുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. രാത്രി വൈകിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന മുന്നേ തന്നെ ഞങ്ങളുടെ ആശങ്ക ഇദ്ദേഹത്തിനോട് പ്രകടിപ്പിച്ചതാണ്, ഈ ലൈസൻസിയോട് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാവരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വാക്കാണ് അയാൾ പറഞ്ഞിരുന്നത്. വളരെ പെട്ടെന്നാണ് നമ്മുടെ പോലും കണ്ണിൽ പൊടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ആൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഷാപ്പ്, നമ്മളെല്ലാവരും ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് തന്നെ ഞങ്ങൾ ഞെട്ടി. ഹൗസ് പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തിയ സ്ഥലങ്ങൾ. ആദ്യ പ്ലോട്ട് വാങ്ങിയത് കള്ള് ഷാപ്പ് ഉടമയാണ്. വരാനിരിക്കുന്നത് ഷാപ്പാണെന്ന നാട്ടുകാരറിഞ്ഞില്ല. അറിഞ്ഞതോടെ വിവിധയിടങ്ങളിൽ പരാതി നൽകി. ഒടുവിൽ എക്സൈസ് വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെ അറിയിക്കാതെ ഷാപ്പ് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. നിർദ്ദേശം കടലാസിലൊതുങ്ങി. എക്സൈസ് അനുമതിയോടെ തന്നെ ഷാപ്പ് തുറന്നു. കള്ളെത്തി, കള്ളുകുടിക്കാൻ ആളുമെത്തി. നാട്ടുകാർ ഭയന്നതുപോലെ പ്രശ്നങ്ങളും ആരംഭിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളും ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകളും മദ്യവരെ മറികടന്ന് വേണം വീടുകളിലേക്ക് എത്താൻ. ഗതികെട്ട വീട്ടമ്മമാർ ഷാപ്പിന് മുന്നിൽ പന്തല് കെട്ടി സമരവും തുടങ്ങി. കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതുങ്ങളെ ഉപദ്രവിച്ചാൽ നമുക്ക് ഈ ഒരു മതിലും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കി ഇതിനൊന്നും ശ്രദ്ധയും കിട്ടത്തില്ല. അപ്പോൾ നമ്മളിതിൽ ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ആരോട് പരാതിപ്പെടാനാണ്? ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിരുന്നത്, ഈ ലൈസൻസ് പറഞ്ഞിരുന്നത് ഇവിടെ ഒരു വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്, ഇങ്ങനെ ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു പരിപാടികളും അയാൾ ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല, തിരിച്ചു വരുമ്പോൾ ഇവിടെ കള്ള് ഷാപ്പ് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സമരം തുടങ്ങിയിട്ട് ദിവസം 4 പിന്നിട്ടു. ഷാപ്പിലേക്ക് എത്തുന്ന കള്ളുവണ്ടികൾ വീട്ടമ്മമാർ തടഞ്ഞ് തിരികെ അയക്കുകയാണ് പതിവ്. കളക്ടറുടെ നിർദ്ദേശം മാത്രം പരിഗണിച്ച ഷാപ്പിന് പ്രവർത്തനാനുമതി നൽകാതിരിക്കാൻ ആവില്ലെന്ന എക്സൈസ് വകുപ്പ്. ഷാപ്പ് പ്രവർത്തിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലൈസൻസി നിയമപ്രകാരം അനുസരിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ സമരത്തിന് നിയമപിൻബലമില്ലെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു. സമരം മുന്നോട്ട് പോവുകയാണ്. കച്ചവടമില്ലാതായതോടെ ചെത്തുകാരടക്കം ഷാപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കുടുംബവും പട്ടിണിയിലേക്ക്. ജോലി ഉപേക്ഷിച്ചാണ് സമാധാന ജീവിതത്തിനായുള്ള സമരപ്പന്തലിൽ സ്ത്രീകളും ഇരിക്കുന്നത്. കേവലം ഒരു കള്ള് ഷാപ്പിനെതിരായ സമരം മാത്രമായി തമ്പകച്ചുവട് സമരത്തെ കാണാനാവില്ല. തൊഴിലാളികളുടെയും സമരക്കാരുടെയും ഉപജീവനം കൂടിയാണ് മുടങ്ങിയിരിക്കുന്നത്. ഷാപ്പ് തുറന്നു പ്രവർത്തിക്കാമെന്നാണ് വരാനിരിക്കുന്ന തീരുമാനമെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുമെന്നതും പ്രധാന ചോദ്യം. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച ഒരുപാട് കുടുംബങ്ങൾ, അവരുടെ മുന്നിലേക്കാണ് ഈ കള്ള് ഷാപ്പിന്റെ വാതിൽ തുറന്നിരിക്കുന്നത്. അകത്തേക്ക് കയറുന്നത് പോലെ ആകില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ രീതികൾ. വലിയ ദുരിതത്തിലാണ് ഈ നാട്ടുകാർ പകച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം, ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. അപ്പോൾ അങ്ങോട്ട് ഒരാൾ കയറിപ്പോകുന്ന രീതിയല്ലായിരിക്കും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. പിന്നെ അവർ കുടിച്ചേച്ച് അവർ ഈ റോഡിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിരത്തി വെച്ചിട്ടായിരിക്കും കയറുന്നത്. അപ്പം ജോലിയും കഴിഞ്ഞ് വരുന്നവർ ആ വണ്ടി ഒന്ന് മാറ്റാൻ പറയുമ്പോൾ ആ ഇറങ്ങി വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പിന്നെ ഞങ്ങൾ കൂടി ഇടപെടേണ്ടി വരും. ഞങ്ങൾ സംഭവ വികാസങ്ങളൊക്കെ കേട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും സംഭവമൊക്കെ കഴിയും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ എങ്ങോട്ട് ഓടും? ഈ ചൈന മതിൽ പോലെ കെട്ടിയിരിക്കുന്ന വഴിയിൽ കൂടി എങ്ങോട്ട് ഓടാനാണ്? ഞങ്ങളുടെ വീടുകളൊക്കെ അടുത്ത് കിടക്കുന്നത് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിനെതിരെ ഞങ്ങളും വന്നത്. മെയിൻ റോഡിൻ്റെ സൈഡാണെങ്കിലേ ആളുകൾ പോകുന്ന വഴി ഇതൊരു ഇടവഴി പോലുള്ള റോഡാണ്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും അറിയത്തില്ല. ഈ കുട്ടികളൊക്കെ സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്ന് വരുന്നതാണ്. ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നേരെ ഇരുട്ടു. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ സർക്കാർ കൈവരിച്ച മികച്ച നേട്ടങ്ങളിലൊന്നായി എടുത്തുയർത്തുന്നതാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. എന്നാൽ അടിക്കടി ഇവിടെ ഉയർന്നു കേൾക്കുന്ന ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച പരാതികൾ, അതുപോലെ ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ, ഇതൊക്കെ വലിയ ആശങ്ക ഉയർത്തുകയാണ്. എന്താണ് ആ ആശുപത്രിക്ക് സംഭവിക്കുന്നത്? എന്താണ് അവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത്? വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 100 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കേരളത്തിലെ ആദ്യ സർക്കാർ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി താലൂക്ക് ആശുപത്രി 10 നിലകളിലായി പുനലൂരിൽ ഉയർന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നിടത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു മികവുറ്റ താലൂക്ക് ആശുപത്രി. പാട്ടും ലൈബ്രറിയും പൂന്തോട്ടവും ഒക്കെയുണ്ട് ഇവിടെ. എന്നാൽ മികച്ച ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ കടുത്ത ഛർദിയെ തുടർന്ന് കോട്ടവട്ടം നിരപ്പിൽ സ്വദേശി അശ്വതി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് വലിയ വിവാദമായിരുന്നു. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. എന്തെങ്കിലും ഒരു ഓക്സിജൻ കൊടുക്കുവാനോ എന്തെങ്കിലും ആ രോഗിക്ക് എമർജൻസി കൊണ്ട് ചെന്ന് എന്തെങ്കിലും അതിനൊന്നും അവർ ചെയ്തില്ല. ഒന്ന് ജസ്റ്റ് നോക്കുമോ എന്തോ ഒരു കാര്യം എന്തോ സംഭവിച്ചതെന്ന് നോക്കാൻ പോലും ഇവർക്ക് മനസാക്ഷിയാണ്. ഡോക്ടർ നേഴ്സിനോട് BP എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോലും പറയാൻ പോലും അവർക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നാൽ അശ്വതിയുടെ മരണം ഉള്ളിലുണ്ടായ അണുബാധ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. രോഗിയുടെ അസുഖം ആൻറ്റീരിയർ അബ്ഡമിനൽ വാളിൽ ശരിക്കൊരു ആബ്സസും പിന്നെ സെപ്റ്റിക് ഷോക്കുമാണ്. അതായത് വയറ്റിനകത്ത് നല്ലൊരു പഴുപ്പുണ്ടായിരുന്നു, വലിയൊരു പഴുപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രോഗാണുക്കൾ പടർന്ന് സെപ്റ്റിക് ഷോക്കിലോട്ട് പോയതായിരുന്നു മരണകാരണം എന്നാണ് നിഗമനം. അശ്വതിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന ഏറ്റവും ഒടുവിലുയർന്ന ആരോപണമെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ നിയ ഫൈസലിന്റെ മരണത്തിലും ഇതേ ആരോപണം ഉയർന്നിരുന്നു. പേവിഷബാധയേറ്റെത്തിയ 7 വയസ്സുകാരിക്ക് വാക്സിൻ നൽകിയതിൽ വീഴ്ചയുണ്ടായി എന്ന നിയയുടെ മാതാവ് ഹബീറ ആരോപണം ഉയർത്തി. മകളെ ചികിത്സിച്ച ഡോക്ടർ ആരെന്നറിയാനുള്ള വിവരാവകാശത്തിന് ചികിത്സ നൽകിയ ഡോക്ടറെ അറിയില്ലെന്ന വിചിത്ര മറുപടിയായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർ നൽകിയത്. ഞാൻ 3 വിവരാവകാശം കൊടുത്തിട്ടും എൻ്റെ മോക്ക് വാക്സിൻ എടുത്ത് ആരാന്നുള്ളത് അവർ പറയുന്നില്ല. ഇപ്പം വീണ്ടും ഒരു മരണം സംഭവിച്ചു. എല്ലാം ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിച്ച് ഇവരെയൊക്കെ മുന്നിൽ നമ്മുടെ ജീവൻ കൊണ്ട് ചെല്ലാൻ പറ്റും? ഒരു ഐഡന്റിഫിക്കേഷന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും അവരതും റിപ്ലൈ തരുന്നില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങ് പറഞ്ഞേക്കുക, ഞങ്ങൾക്ക് അറിയത്തില്ല ആരാണ് ഇഞ്ചക്ഷൻ എടുത്തതെന്ന്. അപ്പോൾ വഴി കൂടെ പോകുന്നവരാണോ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയ കെട്ടിടമുണ്ടെങ്കിലും ആവശ്യത്തിന് മരുന്നില്ല, വേണ്ടത്ര ഡോക്ടർമാരില്ല. എല്ലാത്തിലുമുപരി രോഗികളോടും കൂട്ടിരിപ്പുകാരോടുമുള്ള ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റം വളരെ മോശം. ഇങ്ങനെ നീളുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരായ പൊതുജനങ്ങളുടെ പരാതികൾ. പ്രതികരിച്ചാൽ ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമായ നിയമപരിരക്ഷയുടെ മറപിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവരെ അകത്താക്കുമത്രേ. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ഈ പറയുന്ന ആശുപത്രി ജീവനക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർക്കെല്ലാം ഒരു അധിക സുരക്ഷ സംസ്ഥാന സർക്കാരിന്റെയും കോടതിയുടെയും ഭാഗമായി ലഭിച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ ഏത് നിലയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടാലും നമ്മളെല്ലാവരും തന്നെയും അല്ലെങ്കിൽ ആര് ചോദ്യം ചെയ്യപ്പെടുന്നു, പൊതുജനങ്ങളാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാട്ടെ, പൊതുപ്രവർത്തകരാട്ടെ, ആര് ചോദ്യം ചെയ്താലും അവരെല്ലാവരും തന്നെയും നിയമത്തിന്റെ ഈ പരിരക്ഷാത്തിന്റെ ഭാഗമായി ഉടനടി തന്നെ ജയിലിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. സാധാരണക്കാരുടെ ആതുരാലയം എന്ന് പേരെടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പല ടെസ്റ്റുകൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ നിരക്കുകളോളം പണം നൽകണമെന്നും ആക്ഷേപം ഉയരുകയാണ്. സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് സ്വകാര്യ ആശുപത്രികൾക്കാണ് ഗുണം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചിലരുടെ ലക്ഷ്യവും അതുതന്നെയാണോ എന്നാണ് സംശയമുയരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിൻ്റെ ആകെ ആശ്രയ കേന്ദ്രമാണ് ആശുപത്രി. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയ കേന്ദ്രം. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ, ഈ സ്വഭാവത്തിലുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും നല്ലതല്ല. ഈ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലേക്ക്, ആരോഗ്യവകുപ്പിന് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. അനുകൂലമായ ഇടപെടൽ ഉണ്ടാകും. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങളിൽ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമാണ്. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 19 പേരെയാണ് ഇന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പാലക്കാട്ട് നിന്നും സമാനമായ വാർത്ത പുറത്തുവന്നു. പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങളും വലിയ നടുക്കവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ തെരുവുനായയുടെ പരാക്രമത്തിൽ 19 പേർക്കാണ് കടിയേറ്റത്. കല്ലാച്ചി വാണിമേൽ റോഡിലെ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 5 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. കല്ലാച്ചിയിലും പരിസര പ്രദേശത്തുമായി ഇന്നലെ ആകെ 16 പേർക്ക് കടിയേറ്റു. ഇന്ന് രാവിലെയും ആക്രമണം തുടർന്നു. 3 പേരെയാണ് പരിക്കുകളോടെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് തെരുവുനായയെ കൊന്നുകളയുകയായിരുന്നു. മണ്ണാർക്കാട് കോടതിപ്പടി ചോമേരി ഗാർഡൻ റെസിഡൻസിയിലാണ് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കുട്ടിയുടെ പിറകെ തെരുവുനായകൾ പാഞ്ഞെടുത്തത്. തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പ്രദേശവാസി നായയെ ഓടിച്ചു വിട്ടതോടെയാണ് കുട്ടി രക്ഷപ്പെട്ടത്. പാലക്കാട് മേപ്പറമ്പ് മാപ്പിളക്കാട് 2ാം ക്ലാസ്സുകാരനും യുവതിക്കും തെരുവുനായയുടെ കടിയേറ്റു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കരയിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനമില്ലാതായിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടറുടെ സേവനം നിലച്ചിരിക്കുന്നത്. പരാതിയുമായി നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ആളുകളെത്തി, രോഗികളെത്തി. പക്ഷേ അതിന് മാത്രം പരിഹാരമില്ല. ഇപ്പോൾ ടെലിമെഡിസിൻ സൗകര്യം മാത്രമാണ് ഇവിടെ പലപ്പോഴും രോഗികൾക്ക് ലഭ്യമാകുന്നത് എന്നുകൂടി രോഗികൾ പറയുന്നു. ഉമ്മന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് 2 ഡോക്ടർമാർ. ഒരാൾ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിര നിയമനത്തിലുള്ള മെഡിക്കൽ ഓഫീസർ, മറ്റൊരാൾ സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള LSG മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർക്ക് മിക്ക ദിവസവും മീറ്റിംഗ് തിരക്ക്. പഞ്ചായത്തിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ഡോക്ടർ 2 ആഴ്ചയിലേറെയായി എത്താറേയില്ലെന്ന രോഗികൾ. ഞാൻ ഒന്നൊന്നര വർഷം കൊണ്ട് എൻ്റെ കാലിൻ്റെ ഒരു മുറിവിൻ്റെ ഒരു അവസ്ഥയിൽ ഞാനിവിടെ സ്ഥിരമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് വയ്ക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ കാല് വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ വരുമ്പം ഡോക്ടറെ കാണാതെ പോകുമ്പോൾ അതിൻ്റെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ സാധാരണക്കാർ വന്നാൽ ഇവിടെ ഡോക്ടർ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ സ്ഥിതി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സാധാരണക്കാരനെ മരുന്നും കാര്യങ്ങളും തക്ക സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ആർദ്രം പദ്ധതിയിലൂടെ 1 വർഷ കരാറിലാണ് പഞ്ചായത്ത് LSG മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിരുന്നത്. ഈ ഡോക്ടർ രാജിവെച്ച് പോയത് രോഗികൾ അറിഞ്ഞില്ല. പഞ്ചായത്ത് പകരം നിയമനം നടത്തിയിട്ടുമില്ല. ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. എത്രയും വേഗം ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ ബിന്ദു പ്രകാശ്. ഒന്നാമത് ഇവിടെ ABVക്ക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ഒരു PHC-യാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് രോഗികൾ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു മെഡിസിൻ വന്നിട്ട് അവരോടും പറയുന്നു നിങ്ങൾ വാപ്പാല പോയി 10 ദിവസത്തിനുള്ള മരുന്ന് കിട്ടും, വാപ്പാല ഹോസ്പിറ്റലിൽ പോയി. അതാണോ ഇത് ശരി? ഇവിടെ ഫണ്ട് വെക്കുന്നില്ലേ? ഇവിടെ മരുന്ന് വരുന്നില്ലയോ? ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ അതിൻ്റെ ആ സേവനം തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം. മെഡിക്കൽ ഓഫീസറെ ഫോണിലൂടെ കൺസൾട്ട് ചെയ്യുകയാണിപ്പോൾ പലരും. കൃത്യമായ രോഗനിർണയത്തിന് ഇത് ബുദ്ധിമുട്ടായതിനാൽ ടെലിമെഡിസിൻ പലപ്പോഴും ഡോക്ടർക്കും രോഗിക്കും തൃപ്തികരമല്ല. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.